ാണ് അറഫ എന്ന് പറയുന്നത്. വല്ലാത്ത അത്ഭുതമാണ്. മനുഷ്യൻ ഓരോരുത്തരും ഒരു ചീർപ്പിന്റെ പല്ലുകളെ പോലെ എല്ലാവരും അല്ലാഹുവിന്റെ മുമ്പിൽ ഒന്നാണ്, ഒരുപോലെയാണ്. ആ ഒരു നൃത്തം കണ്ടപ്പോഴാണ് നബി ഞങ്ങൾ പറഞ്ഞത് ലാ ഫദുല ലിഅറബിയ്യിൻ അലാ അജമി. ഒരു അറബിയും ഞാൻ ഖുറശിയാണ്, ഞാൻ തമീമിയാണ്, ഞാൻ മഖ്സൂമിയാണ്, ഞാൻ ഇന്ന ഗോത്രക്കാരനാണ്, ഇതൊന്നും പറയണ്ട. മനുഷ്യനായി ജനിച്ചു നിങ്ങൾ അറബ് ഭാഷ സംസാരിച്ചു. അറബ് ഭാഷയല്ലാത്ത ആയിരക്കണക്കിന് ഭാഷകൾ ഈ ഭൂമിയിൽ മനുഷ്യൻ സംസാരിക്കുന്നു. അതുകൊണ്ട് അറബി ഭാഷ സംസാരിക്കുന്ന ഒരാൾക്ക് അറബി ഭാഷ സംസാരിക്കാത്തവനേക്കാളും സ്ഥാനമില്ല. എന്നാ പിന്നെ ഇംഗ്ലീഷും ഫ്രഞ്ചും ജർമ്മനും സംസാരിക്കുന്നവനോ ഞാൻ അറബിയെക്കാളും മുന്തിയ ആളാണെന്ന് നിങ്ങളും പറയണ്ട. നിങ്ങളുടെ പാസ്പോർട്ടുകൾക്കോ നിങ്ങളുടെ ലാംഗ്വേജുകൾക്കോ ഒരു ക്രെഡിബിലിറ്റിയും ഇവിടെ ഇല്ല. വലാ ലിഅജമീൻ അലാ ലിഅറബി വലാ ലിഅബിയദ അലാ അസ്വദ വലാ ലിഅസ്വദ അലാ അബിയദ. വെളുത്ത ഒരു തൊലിയുണ്ടായതിന്റെ പേരിൽ ഞാൻ നിന്നെക്കാളും ഉഷാറാണെന്ന് ഒരു കറുത്തവനെ നോക്കിയിട്ടും ഒരു വെളുത്തവനും ചിന്തിക്കരുത്. നിറമില്ലാത്തൊരു പെണ്ണിനെ കാണുമ്പോൾ നിറമുള്ള ഒരു പെണ്ണും പറയണ്ട നിന്നെക്കാളൊക്കെ മുന്തിയ ആള് ഞാനാണെന്ന്. ഇനി കറുപ്പിനാണ് അഴകെന്ന് നിങ്ങൾ വാദിക്കുകയാണെങ്കിൽ ഒരു കറുത്തവനും വിചാരിക്കേണ്ട വെളുത്തവനേക്കാളും മുന്തിയവൻ ഞാനാണെന്ന്. എല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ ഒരുപോലെയാണ്. ഇത് പടച്ചവന്റെ സൃഷ്ടികളാണ്. ഇല്ലാ ബിത്തഖ്വാ. നിങ്ങൾ ആരുടെയൊക്കെ മനസ്സിലാണോ അല്ലാഹുവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ബോധമുള്ളത് അവര് മാത്രമാണ് ഇന്ന് മുന്തിയവർ. നിങ്ങളുടെ രാജ്യമോ നിങ്ങളുടെ പാസ്പോർട്ടോ നിങ്ങളുടെ ഭാഷയോ നിങ്ങളുടെ രൂപമോ നിങ്ങളുടെ വൈകൃതങ്ങളോ നിങ്ങളുടെ പെർഫെക്ഷനോ ഇതൊന്നും ഇവിടെ പ്രശ്നമല്ല. അൽ ഹജ്ജു അറഫ. ഈ നൃത്തമാണ് ഹജ്ജിനെ ഹജ്ജാക്കി മാറ്റുന്നത്. ഞാൻ മനുഷ്യരിൽ ഒരു മനുഷ്യൻ മാത്രമാണ് സർവ്വ അഹങ്കാരവും ഇറക്കി വെച്ച് പൈസക്കാരനാണ്, എൻ്റെ കയ്യിൽ കാശുണ്ട്, എൻ്റെ വീട് ഇത്ര വലുപ്പമുള്ള വീട്, എൻ്റെ വാഹനത്തിന് ഇത്ര വില, എൻ്റെ ബിസിനസിന്റെ ടേൺ ഓവർ ഇത്ര, ഇതൊന്നും വില പോവില്ല. 2 കഷ്ണം തുണി മതി. 2 കഷ്ണം തുണി. ആ തുണി എടുത്തുകൊണ്ട് മില്യൺ കണക്കിന് ആളുകൾ, മിനിമം 30 ലക്ഷമോ 40 ലക്ഷമോ വരുന്ന മനുഷ്യർക്കിടയിൽ ഒരാളായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പോലും കഴിയില്ല ആരാണ് ഇയാളെന്ന്. ആളെ കണ്ടാൽ തിരിച്ചറിയില്ല. ഇഹ്റാമിന്റെ വേഷം അങ്ങനെയാണ്. ആളെ കണ്ടാൽ തിരിച്ചറിയില്ല. എത്ര ദൂരെന്ന് കണ്ടാലും അറിയാൻ പറ്റില്ല. അടുത്ത് വന്നെങ്കിൽ അറിയാം ചിലപ്പോ. എന്തേ? അല്ലാഹുവിന്റെ മുമ്പിൽ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും. അല്ലാഹു നിങ്ങളുടെ ദേഹത്തിലേക്കോ നിങ്ങളുടെ രൂപത്തിലേക്കോ അല്ലാഹു നോക്കുന്നില്ല. വലാകി യൻദുറു ഇലാ ഖുലൂബിക്കും. നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് അല്ലാഹു നോക്കുന്നത്. അത്തഖ്വാ ഹാഹുനാ. തഖ്വ ഇവിടെയാണ്. അത്തഖ്വാ ഹാഹുനാ. പടച്ചവനെ കുറിച്ചുള്ള ബോധം ഇവിടെയാണ്. അത്തഖ്വാ ഹാഹുനാ. 3 തവണ നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടിയിട്ടാണ് ഹബീബായ തങ്ങൾ ഈ വാക്ക് പറഞ്ഞത്. എല്ലാവരും ഒരുപോലെയാണ്. അതുകൊണ്ട് അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറയുന്നത് അറഫയാണ്. അറഫയാണ് ഹജ്ജ്. അറഫ അറിയാത്തവൻ എന്ത് ഹജ്ജ് അറിഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ അറഫയുടെ മൈതാനത്ത് നിൽക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പെരുന്നാൾ ദിവസമായിരുന്നു. ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ നഹർ. എന്താണ് അറഫ? ആ അറഫയുടെ മെസ്സേജ് എന്താണ്? എന്താണ് അറഫ വിളിച്ചോതുന്നത്? ഇന്നസ് സമാൻ ഖദ് ഇസ്തദാറ കഹൈഅതിഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. സമയം, ദിവസം, മാസം, ഇത് നമ്മൾ ഇന്ന് കണക്കാക്കി പോകുന്ന കലണ്ടർ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹിജ്റ കലണ്ടർ അതങ്ങനെ തന്നെയാണ്. നമ്മൾ ഇന്ന് കണക്കാക്കി പോകുന്ന ഇന്നത്തെ ദിവസം, നമ്മൾ ഇന്ന് ഞായറാഴ്ച രാത്രിയാണെങ്കിൽ തിങ്കളാഴ്ച രാവാണെങ്കിൽ അതങ്ങനെ തന്നെയാണോ എന്ന് എന്ത് തെളിവാണ് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം ഈ ഹദീസാണ്. നാളെ തിങ്കളാഴ്ചയാണെന്നതിൽ വല്ല തെളിവുണ്ടോ? ആ ഉണ്ട്. നമുക്ക് തെളിവുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ നമ്മുടെ ഹബീബ് മതി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഇത് ഷാബാൻ മാസം തന്നെയാണ്, വല്ല ഉറപ്പുണ്ടോ? അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടാവില്ലേ? മാറ്റിയിരുന്നു അറബികൾ ഒരു കാലത്ത്. മാസങ്ങളെ, ദിവസങ്ങളെ, ആഴ്ചകളൊക്കെ അങ്ങോട്ടും ഷഫിൾ ചെയ്തിരുന്നവര്. നബി നിങ്ങളിത് ചെയ്യരുത് എന്ന് പറഞ്ഞു. ഇന്നമൻ നസീഉ സിയാദത്തുൻ ഫിൽ കുഫ്ർ, അള്ളാഹു വെച്ച മാസങ്ങളുടെ ഓർഡറുകളെ തെറ്റിക്കരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് പരിശുദ്ധമായ ഹജ്ജ് നടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫ മൈതാനത്ത് ജബലുർ റഹ്മയിൽ നിന്നുകൊണ്ട് പ്രഭാഷണം തുടങ്ങുകയാണ്. ഇന്നസ്സമാന ഖദിസ്തദാർ, കാലം അതിന്റെ ചക്രം കഹൈഅതിഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ഭൂമിയെയും ചന്ദ്രനെയും സൂര്യനെയും നമ്മുടെ ഈ സൗരയൂഥത്തിൽ സ്ഥാപിച്ചിട്ട് മനുഷ്യവാസം നൽകിയത് മുതൽ, അതിൻ്റെ മുമ്പ് മുതൽ എങ്ങനെയാണോ കാലഗണനയെ പടച്ചവൻ നിർണയിച്ചത്, എങ്ങനെയാണോ മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളുമായി പ്രപഞ്ചത്തെ പടച്ചവൻ ഒരുക്കി വെച്ചത്, അതേ സ്ട്രക്ചറിലേക്ക് കാലം അതിൻ്റെ കറക്കം തിരിച്ചെത്തിയിരിക്കുന്നു. അൽ-യൗം, ഇന്നത്തെ ദിവസം. എന്നിട്ട് പറഞ്ഞു അസ്സന 12 ശഹ്റാ, ഒരു വർഷം എന്ന് പറയുന്നത് 12 മാസങ്ങളാണ്. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 പരിശുദ്ധമാണ്, പരിശുദ്ധമായ മാസങ്ങളാണ്. ദുൽഖഅദ വദുൽഹിജ്ജ വമുഹറം വറജബ് മുളർ അല്ലദീ ബൈന ജുമാദ വശഅബാൻ, ഷഅബാനിന്റെയും ജുമാദക്കിടയിലുമുള്ള റജബും പിന്നെ ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറമും, ഇങ്ങനെ 4 മാസങ്ങൾ പവിത്രങ്ങളാണ്. ഒരു വർഷം 12 മാസങ്ങളാണ്. ഇതല്ലാഹു എന്നാണോ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, ആ തുടക്കത്തിൽ എങ്ങനെയാണോ ഉണ്ടായിരുന്നത്, അതേ കറക്കത്തിലേക്ക് ഇന്നത്തെ ദിവസം പ്രപഞ്ചം അതിൻ്റെ കറക്കം തിരിഞ്ഞെത്തിയിരിക്കുന്നു. ഇനി ആരും അത് മാറ്റരുത്. പ്രവാചകർ കൺഫേം ചെയ്തു വെച്ചു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനെ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം ഇത് ഇങ്ങനെ തന്നെയാണ്. ഇതിന്റെ 10 വർഷം മുമ്പ്, 100 വർഷം മുമ്പ്, 1000 വർഷം മുമ്പ് എന്തായിരുന്നുവെന്ന് സംശയങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഇവിടം മുതൽ ഇനി ഖിയാമത്ത് നാൾ വരെ മനുഷ്യർ ദിവസങ്ങളെ, ആഴ്ചകളെ, മാസങ്ങളെ അല്ലാഹു കണക്കാക്കി ഈ കൃത്യമായ രീതിയിൽ മനുഷ്യർ കണക്കാക്കി പോരണം. കലണ്ടർ നിബിധങ്ങൾ സാക്ഷ്യപ്പെടുത്തി തന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വലിയൊരു സംശയമല്ലേ? നാളെ തിങ്കളാഴ്ച തന്നെയാണോ? തിങ്കളാഴ്ചക്ക് അറിയോ? നമ്മൾ പറയുന്നല്ലേ ഉള്ളൂ. ലോകത്തെല്ലായിടത്തും പറയുന്നു നാളെ തിങ്കളാഴ്ചയാണ്. എന്താ തെളിവ്? ആരാ അതിന് തെളിവ് പറയാൻ? ആർക്കും പറയാൻ പറ്റൂല. 17 ബില്യൺ കൊല്ലം മുമ്പ് അതുണ്ടായി, ആരും തിരുത്തൂല. അത് 17 ബില്യൺ, 17 അല്ല 16 ഉണ്ടായിട്ടുള്ളൂ. ആരും ഇല്ലല്ലോ അന്ന്. ആര് തിരുത്താൻ? ഡൈനോസറുകൾ ഉണ്ടായിരുന്നൊരു ഷേപ്പ് ഇന്നതായിരുന്നു. ആ ഡൈനോസറിന്റെ ഷേപ്പ് പൂച്ചനെ പോലെയൊന്നും ആരെങ്കിലും പറയാൻ പോവോ? ഇല്ല. അതാ ആരും കണ്ടിട്ടില്ല. ആരും ഇതിനെ നിഷേധിക്കാനും പോകുന്നില്ല, അംഗീകരിക്കാനും പോകുന്നില്ല. ആർക്കും വിളിച്ചു പറയാം. മനുഷ്യൻ ആക്സസ് ഇല്ലാത്തൊരു കാലഘട്ടത്തെയായി പറയുന്നത്. ഇത്രയായിരം ബില്യൺ കൊല്ലങ്ങൾക്ക് മുമ്പ് വിസ്ഫോടനം ഉണ്ടായി. ആ നമ്പറിന് ആരും തിരുത്താൻ പോവില്ല. എന്തിന് തിരുത്തിയിട്ട് എന്ത് കാര്യം? എന്ത് തെളിവാണ്? അവർക്കും തെളിവില്ല, നമുക്കും തെളിവില്ല. കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഗണനയെ കണക്കാക്കുന്ന ഈ ഒരു ശാസ്ത്രീയ വശം എന്ന് പറയുന്നത് എത്ര കാലം വരെ അത് ആക്യുറേറ്റ് ആണ്, അതിനപ്പുറത്തേക്ക് അത് ആക്യുറേറ്റ് ആണെന്ന് നമുക്കറിയില്ല. പക്ഷേ പുണ്യനിബിധങ്ങൾ പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് ചോദിച്ചു, അയ്യു ഷഹരിൻ ഹാദാ, ഈ മാസമേതാണ്? ഖുൽനാ അല്ലാഹു വറസൂലുഹു അഅലം, സ്വഹാബികൾ വിചാരിച്ചു പരിശുദ്ധമായ ദുൽഹിജ്ജ മാസമാണത്. പക്ഷേ നബി ഞങ്ങൾ അതിനെ വേറൊരു പേരിട്ട് വിളിക്കുകയായിരിക്കുമോ? ഞങ്ങൾക്കറിയില്ല നബിയേ. അലൈസ ദുൽഹിജ്ജ, ഇത് ദുൽഹിജ്ജ മാസമല്ലയോ? ഖുൽനാ ബലാ, അതേ നബിയേ. അയ്യു ബലദിൻ ഹാദാ, ഈ നാടേതാണ്? ചോദിക്കുമ്പോൾ നമ്മൾ അറിയണം, ഹബീബിന്റെ മുമ്പിൽ ഇരിക്കുന്നത് 1,20,000 സ്വഹാബികളാണ്. എന്തായിരിക്കുമെന്നത്തെ അറഫ മൈതാനത്ത്, ആ ജബലുർ റഹ്മയുടെ ഇപ്പം നമ്മൾ കാണുന്ന ആളുകൾക്ക് നടക്കാനും ഒക്കെ കഴിയുന്ന ആ ഒരു മൈതാനത്ത് ഒരു പക്ഷേ 5,000 പേർക്ക് 10,000 പേർക്കൊക്കെ നിൽക്കാൻ പറ്റിയേക്കാം.
1,23,000 സ്വഹാബിമാർ ഹബീബിൻ്റെ ഈ സംസാരം ഒരു മൈക്കില്ലാതെ കേൾക്കുകയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു സൗണ്ട് സിസ്റ്റവുമില്ലാതെ സംസാരിച്ചാൽ 2.5 കിലോമീറ്റർ അപ്പുറത്തേക്ക് കേൾക്കാമായിരുന്ന ശബ്ദത്തിൻ്റെ ഉടമയായിരുന്നു ഹബീബിൻ്റെ എളാപ്പയായിരുന്ന അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. അവരൊരു മുബല്ലിഗ. വേറെയും സഹാബിമാർ ഹബീബ് പറയുന്നത് പിറകിലോട്ട് പറഞ്ഞു കൊടുക്കും. പിൻ ഡ്രോപ്പ് സൈലൻസ്, ഒരു മുട്ടുസൂചി വീണാൽ കേൾക്കാൻ കഴിയുന്ന നിശബ്ദതയിൽ സ്വഹാബിമാർ അന്ത്യപ്രവാചകരെ കേൾക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേതാണ് നാട്? ഞങ്ങളെപ്പോഴും വിചാരിച്ചു ഈ നാടിന് അല്ലാഹുവിൻ്റെ ഹബീബ് വേറൊരു പേര് കൊടുക്കുന്നുണ്ടാകും. അലൈസത്തിൽ ബൽദത്തൽ ഹറാം, ഇത് പരിശുദ്ധമായ ഹറമിൻ്റെ പ്രദേശമല്ലയോ? ഖുൽനാ ബലാ, അതേ നബിയേ. ഫഅയ്യു യൗമിൻ ഹാദാ, ഈ ദിവസമേതാണ്? ഞങ്ങളും വിചാരിച്ചു ഇത് വേറെ ദിവസത്തിൻ്റെ പേര് വല്ലതും നബി തങ്ങൾ നിർദ്ദേശിക്കുകയാകുമോ? ഞങ്ങൾ നിശബ്ദരായിരുന്നു. അലൈസ യൗമൻ നഹർ, ഇത് പെരുന്നാൾ ദിവസമല്ലയോ? ദുൽഹിജ്ജ 10 അല്ലയോ? അറഫ കഴിഞ്ഞ് പിറ്റേ ദിവസം അറഫയുടെ മൈതാനത്തിന് നബിതങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പരിശുദ്ധമായ ആ ഒരു പ്രഭാഷണം അവസാനത്തെ ഖുതുബത്തുൽ വദാഇ നിർവഹിക്കുകയാണ്. ഈ നാടേതാണ്? പരിശുദ്ധമായ ഹറം. ദിവസമേതാണ്? ബലിപെരുന്നാൾ ദിവസം. ഇബ്രാഹിം നബി അല്ലാഹുവിന് വലിയൊരു ത്യാഗം കാഴ്ചവെച്ച ദിവസം. മാസമേതാണ്? ദുൽഹിജ്ജ മാസം. ഇന്ന ദിമാഅക്കും, ഇനി പറയാനുള്ളതിൻ്റെ ആമുഖങ്ങളായിരുന്നു ഈ ചോദ്യങ്ങളൊക്കെ. ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാദക്കും അലൈക്കും ഹറാം കഹുറുമതി യൗമിക്കും ഹാദാ ഫീ ഷഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. സ്വഹാബികളെ, നിങ്ങളറിയണം, ഇന്ന ദിമാഅക്കും, നിങ്ങൾ ഓരോരുത്തരുടെയും ശരീരം, നിങ്ങളുടെ രക്തം, വ അംവാലക്കും, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ സമ്പാദ്യങ്ങൾ, വ അഅറാദക്കും, നിങ്ങളുടെ അഭിമാനം, ഹറാം അലൈക്കും ഹറാം, നിങ്ങൾ ഓരോരുത്തർക്കും ഹറാമാണ്. ഇത് പവിത്രമുള്ളതാണ്. ഓരോരുത്തരുടെയും അഭിമാനം പവിത്രമുള്ളതാണ്. ഒരു മനുഷ്യന്റെ ഹുർമത്ത് അത് തച്ചുടക്കാൻ പാടുള്ളതല്ല. ഒരു മനുഷ്യന്റെ സമ്പത്ത് അയാളുടെ സമ്മതമില്ലാതെ, പൂർണ്ണ ത്വീബുൻ നഫ്സില്ലാതെ എടുക്കാൻ പാടുള്ളതല്ല. ഒരു മനുഷ്യനെയും ദേഹോപദ്രവം ചെയ്യാൻ അല്ലാഹു നിങ്ങൾക്ക് അധികാരമോ അവകാശമോ തന്നിട്ടില്ല. ആരുടെയും അഭിമാനമോ സമ്പത്തോ ശരീരമോ നിങ്ങൾ അതിക്രമിക്കരുത്. ഏതുപോലെ കഹുറുമതി യൗമിക്കും ഹാദാ, ഈ ദിവസത്തിന്റെ മഹത്വം പോലെ, ഫീ ഷഹരിക്കും ഹാദാ, ഈ മാസത്തിന്റെ പവിത്രത പോലെ, ഫീ ബലദിക്കും ഹാദാ, ഈ നാടിന്റെ പരിശുദ്ധി പോലെ. മുഅ്മിനീങ്ങളുടെ അഭിമാനം പരിശുദ്ധമാണ്, പരിശുദ്ധമാണ്. അതുകൊണ്ട് ആരും ആരുടെയും അഭിമാനത്തിന് കേടുവരുന്നത് പറയരുത്, എഴുതരുത്, പ്രചരിപ്പിക്കരുത്, തോന്നിപ്പിക്കുന്ന രീതിയിൽ പറയരുത്. ഹജ്ജ് മനസ്സിലാക്കുമ്പോൾ ആദ്യത്തെ പാഠം ഹബീബിന്റെ ഈ ഉണർത്തലുകളാണ്. മുസ്ലിം ആരാണെന്ന് മനസ്സിലാക്കി തരുകയാണ് നബി തങ്ങൾ. പാപികളായിരിക്കാം, തെറ്റുകാരായിരിക്കാം, നമ്മളെക്കാളും വിവരം കുറഞ്ഞവരായിരിക്കാം, കൂടിയവരായിരിക്കാം, അവർ സാധാരണക്കാരായിരിക്കാം, അവർ സയ്യിദന്മാരോ തങ്ങന്മാരോ ആയിരിക്കാം, കൂലിപ്പണിക്കാരായിരിക്കാം, പണ്ഡിതന്മാരാവാം, മുതഅല്ലിമീങ്ങളാകാം. ഒരാളുടെയും ഇസ്സത്തിന് കോട്ടം വരുന്ന ഒരു വാക്ക് ഒരു മുസ്ലിമിൻ്റെ നാവിൽ നിന്ന് വന്നു പോകരുത് എന്ന് ഒരു നാടിനെ, ഒരു ദിവസത്തെ, ഒരു മാസത്തെ സാക്ഷി നിർത്തിയിട്ട് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടുത്തെ പ്രഖ്യാപനം തുടർന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വസതൽഖൗന റബ്ബക്കും, നിങ്ങൾ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ പോകുന്നവരാണ്. വല്ലാത്ത പ്രസംഗമാണ് ഹബീബിൻ്റെ. ഫയസ്അലുക്കും അൻ അമാലിക്കും, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു വെച്ചത് എന്ന് അല്ലാഹു നിങ്ങളോട് നാളെ ചോദിക്കും. അലാ ഫലാ തർജിഉ ബഅദി കുഫാറൻ ഔ ദുല്ലാലൻ
യദ്രിബു ബഅദുകും റിഖാബ ബഅദ്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് മരിച്ചുപോയാൽ എൻ്റെ പിറകെ ഞാനില്ലാത്തൊരു സമയത്ത് നിങ്ങൾ പരസ്പരം തല്ലുകയോ പരസ്പരം അടിപിടി കൂടുകയോ കൊലപാതകം ചെയ്യുകയോ ചെയ്തിട്ട് വഴിതെറ്റിപ്പോകുന്നവരായി നിങ്ങളാരും മാറരുതേ. നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളെക്കുറിച്ച് അല്ലാഹു നിങ്ങളോട് ചോദിക്കാൻ പോകുന്നു. ഉണർത്തലുകൾ. എന്നിട്ട് ചോദിച്ചു, ഞാൻ പറഞ്ഞത് നിങ്ങൾ അറിഞ്ഞില്ലയോ? ഖുൽനാ, ഞങ്ങൾ പറഞ്ഞു, നഅം, അതേ നബിയേ. അല്ലാഹുമ്മ ഫഷ്ഹദ്, അല്ലാഹുവേ നീ ഇതിന് സാക്ഷിയാണ്. അല്ലാഹുമ്മ ഫഷ്ഹദ്, അല്ലാഹുമ്മ ഫഷ്ഹദ്. ഞാൻ എൻ്റെ ജനങ്ങളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അടിപിടി കൂടരുത്, നിങ്ങൾ സംഘട്ടനമുണ്ടാക്കുന്ന വർത്തമാനങ്ങൾ പറയരുത്, വിഭജനങ്ങൾ ഉണ്ടാക്കരുത്. മനുഷ്യർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാം, പക്ഷേ ഒരു ഒരുമയെ, ഒരു ഒത്തൊരുമയെ തകർക്കുന്ന രീതിയിൽ നിങ്ങൾ ആരും ചെയ്യരുത്. അത് തർക്കങ്ങളിലേക്ക് വരും, തർക്കങ്ങൾ പിന്നെ കൊലപാതകങ്ങളിലേക്ക് വരും. അതിനൊക്കെ കാരണമാകുന്നതോ നിങ്ങൾ മനുഷ്യന്റെ അഭിമാനം ഹനിക്കുന്നതാണ്, പരസ്പരം ചീത്ത വിളിക്കുന്നതാണ്, പരസ്പരം പരിഹസിക്കുന്ന വർത്തമാനങ്ങൾ പറയുന്നതാണ്. അത് സാധാരണക്കാര് പറയരുത്, പണ്ഡിതന്മാര് പറയരുത്, നേതാക്കന്മാര് പറയരുത്, മുതഅല്ലിമീങ്ങൾ പറയരുത്. അത് പറയുന്നത് കേൾക്കുക പോലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഈ ഒരു മനുഷ്യത്വത്തിന്റെ ഏറ്റവും വലിയ ആദർശ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഈ വിളംബരമാണ്. മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ ആദരവ്. ഓരോ മനുഷ്യനും സ്വത്വമുണ്ട്, ഓരോ മനുഷ്യനും അഭിമാനമുണ്ട്. അവൻ ഏത് ജാതിയോ ഏത് തൊലി നിറമോ ആകട്ടെ, ഏത് രാജ്യക്കാരനോ ഏത് ഭാഷയോ സംസാരിക്കട്ടെ, അള്ളാഹുവിന്റെ മുമ്പിൽ അവരൊക്കെ അവന്റെ സൃഷ്ടികളാണ്.